ഹായ് എവരിവൺ. സോ നിങ്ങൾ കാത്തിരുന്ന സെക്കൻഡ് അലോട്ട്മെന്റ് അങ്ങനെ ഒഫീഷ്യലി വന്നിരിക്കുകയാണ് മക്കളെ. ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എപ്പോൾ വരെ ജോയിൻ ചെയ്യാം, അതേപോലെ അലോട്ട്മെന്റ് ലഭിക്കാത്ത ആളുകൾക്ക് ഇനി എന്തൊക്കെയാണ് അവസരം, ഇനി വരുന്ന തേർഡ് റൗണ്ട് എങ്ങനെയാണ്, സ്ട്രേ വേക്കൻസി റൗണ്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർക്കൊക്കെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പങ്കെടുക്കാമെന്ന് നമുക്ക് നോക്കാം. അതേപോലെ നിലവിലെ അലോട്ട്മെന്റിന്റെ സ്റ്റേറ്റസ് എന്താണെന്ന് കൂടി നമുക്ക് കാണാം. ആർക്കൊക്കെയാണ് ഈ ഒരു സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയതെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് അനാലിസിസ് നടത്തി നോക്കാം. യെസ്, അപ്പോൾ അങ്ങനെ ഒഫീഷ്യലി വന്നിരിക്കുകയാണ്. നമ്മുടെ അലോട്ട്മെന്റ് ഇന്നലെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തു. സെക്കൻഡ് അലോട്ട്മെന്റ് നമ്മൾ കണ്ട അതേ റാങ്കുകൾ തന്നെയാണ് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നു. അലോട്ട്മെന്റ് ലഭിച്ച ആളുകൾക്ക് എന്ന് വരെ ജോയിൻ ചെയ്യാമെന്ന് ചോദിച്ചാൽ 26 മുതൽ 26 മുതൽ 30/9/2025 സെപ്റ്റംബർ 30 4 മണി വരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അലോട്ട്മെന്റ് ലഭിച്ച ആളുകള്. ഇനി അലോട്ട്മെന്റ് ലഭിച്ചിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകൾ, ചില ആളുകൾ കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്, മിസ്സേ BDS ആണ് കിട്ടിയത്, സെൽഫ് ഫിനാൻസിങ് സെക്ടറിലാണ്, ഞാനപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ എനിക്ക് തേർഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞിട്ടുണ്ട്, ഏത് കോഴ്സോ ഏത് കോളേജോ ആയിക്കോട്ടെ, അത് ലഭിച്ച ആളുകള് ഈ ഒരു ടൈമിനുള്ളിൽ 30-ാം തീയതി 4 മണിക്കുള്ളിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ അവരുടെ എല്ലാ ഹയർ ഓപ്ഷൻസും റദ്ദാക്കും. അതേപോലെ എക്സിസ്റ്റിംഗ് ഓപ്ഷനും അവർക്ക് നഷ്ടമാകുന്നതായിരിക്കും. അലോട്ട്മെന്റ് നഷ്ടമാണ്. നിങ്ങൾ വെച്ചിരിക്കുന്ന ഇനിയുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് ക്യാൻസൽ ആയി പോകുന്നതാണ്. ഓക്കെ അല്ലേ? ആ ഒരു കാര്യം ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇനി അതിനുശേഷം അലോട്ട്മെന്റ് ലഭിക്കാത്ത ആളുകൾക്ക് ഇനി തേർഡ് അലോട്ട്മെന്റ് ആണ് വരാനുള്ളത്. അപ്പൊ അവർ പറയുന്നുണ്ട് അതിന് ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ഉണ്ടായിരിക്കും, സെക്കൻഡ് പോലെ തന്നെ. അതിനുള്ള ഡേറ്റും കാര്യങ്ങളും ഒക്കെ സിയുടെ വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ആ ടൈമിൽ മക്കൾക്ക് ഓപ്ഷൻ ഡിലീഷനും റീഅറേഞ്ച്മെന്റും ഒക്കെ പോസിബിൾ ആണ്. എക്സിസ്റ്റ് ചെയ്യുന്ന ഓപ്ഷൻസ് അങ്ങോട്ടേക്ക് റീഅറേഞ്ച് ചെയ്യാം, നിങ്ങൾക്ക് വേണ്ടാത്ത നിങ്ങൾക്ക് ഒഴിവാക്കുകയൊക്കെ ചെയ്യാം. പുതുതായിട്ട് വരുന്ന സീറ്റുകളിലേക്ക് മാത്രം, പുതിയതായിട്ട് വരുന്ന കോളേജുകളിലേക്ക് മാത്രം നിങ്ങൾക്ക് വീണ്ടും അലോട്ട്മെന്റ് കൊടുക്കാനും സാധിക്കും. അപ്പോൾ ടൈമിനുള്ളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെന്റിൽ ജോയിൻ ചെയ്യുക. അതുപോലെ പറയുന്നുണ്ട്, ആ ഒരു ടൈമിനുള്ളിൽ അലോട്ട്മെന്റ് കിട്ടിയിട്ടും ജോയിൻ ചെയ്യാത്ത ആളുകളുടെ എക്സിസ്റ്റ് ചെയ്യുന്ന ഹയർ ഓപ്ഷൻസ് റദ്ദാക്കുന്നതായിരിക്കും. അതേപോലെ ജോയിൻ ചെയ്യാത്തവരുടെ രജിസ്ട്രേഷൻ ഫീയും ഒരു പെനാൽറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഇപ്പൊ സെക്കൻഡ് അലോട്ട്മെന്റ് വന്നിട്ട് നിങ്ങൾ പോകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളെ തേർഡിലൊന്നും കൺസിഡർ ചെയ്യില്ല. നിങ്ങളുടെ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ഓപ്ഷൻസും പോകും, രജിസ്ട്രേഷൻ ഫീയും പോകും. സോ ഇതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. 25-ല് 861 വരെയാണ് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഗവൺമെന്റ് MBBS കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തേർഡിൽ കിട്ടിയത് 954 ആണ്. അപ്പൊ ഏകദേശം ഇത്തവണയും 954 കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇത്തവണ 861 വരെയാണ് ജനറൽ കാറ്റഗറിക്ക് വന്നിരിക്കുന്നത്. അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റ് ഈഴവ കാറ്റഗറി 1899 ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം തേർഡില് 2483 വരെ കിട്ടിയിട്ടുണ്ട്. അതേപോലെ മുസ്ലിം കാറ്റഗറി 1134 വരെയാണ് ഈ അലോട്ട്മെന്റിൽ കിട്ടിയത്. കഴിഞ്ഞ പ്രാവശ്യം മുസ്ലിം കാറ്റഗറി 1729 വരെയാണ് തേർഡിൽ കിട്ടിയത്. LA കാറ്റഗറി 3680 ഇത്തവണ സെക്കൻഡ് കിട്ടിയത്. LAക്ക് കഴിഞ്ഞ തവണ തേർഡ് കിട്ടിയത് 3101 ഓക്കെ. LAക്ക് ഇത്തവണ സെക്കൻഡിൽ തന്നെ 3680 കിട്ടിക്കഴിഞ്ഞു. അപ്പൊ 2 കോളേജുകൾ കൂടി വന്നല്ലേ, വയനാടും കാസർഗോഡും പുതിയ ക്യാമ്പസ് വന്നു. അപ്പൊ തേർഡിനെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ലാസ്റ്റ് റാങ്ക് മാറാനുള്ള സാധ്യതയുണ്ട്. കാരണം പുതുതായിട്ട് ഗവൺമെന്റ് സെക്ടറിൽ സീറ്റുകൾ അനുവദിച്ചു കഴിഞ്ഞു. യെസ്, DV കഴിഞ്ഞ തവണ ഇത്തവണ 8062 വരെയാണ് കിട്ടിയത്. DV കഴിഞ്ഞ തവണ 8490 വരെ തേർഡ് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. VK വിശ്വകർമ്മയ്ക്ക് ഇത്തവണ 3119 സെക്കൻഡ് കിട്ടിയത്. വിശ്വകർമ്മ 2197 മാത്രമേ കഴിഞ്ഞ തവണ ലഭിച്ചിട്ടുള്ളൂ. ഇത്തവണ സെക്കൻഡിൽ തന്നെ 3000 റാങ്കിന് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞ പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്, പുതിയ കോളേജ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ലാസ്റ്റ് റാങ്കിൽ ചേഞ്ച് ഉണ്ടാവും. യെസ്, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവും. എനിവേ കഴിഞ്ഞ തവണ ഓരോ കാറ്റഗറിക്കും തേർഡ് അലോട്ട്മെന്റ് ഈ ഒരു റാങ്ക് വരെയാണ് ഗവൺമെന്റ് MBBS കിട്ടിയത്. ലാസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. തേർഡ് റൗണ്ടിന്റെ പ്രത്യേകതകളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തേർഡിന് എന്തൊക്കെയാണ് ഓൾ ഇന്ത്യയിലും കേരളത്തിലും നടക്കാന്ന്. സ്ട്രേ വേക്കൻസി ആയിരിക്കും തേർഡ് റൗണ്ടിന് ശേഷം നടക്കുക. കേരളത്തിൽ 3 ഘട്ടങ്ങൾ, മേജർ ആയിട്ടുള്ള 3 അലോട്ട്മെന്റ് പ്രോസസ് അവസാനിച്ചതിന് ശേഷം വരുന്നത് സ്ട്രേ വേക്കൻസി റൗണ്ടാണ്. ഈ റൗണ്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിയുക? അതായത് മെയിൻ ആയിട്ടുള്ള 3 അലോട്ട്മെന്റിന് ശേഷവും ബാക്കി വരുന്ന സീറ്റുകളിലേക്കാണ് സ്ട്രേ വേക്കൻസി, സ്ട്രേ ഫില്ലിംഗ് നടക്കുക. യെസ്, അപ്പൊ ആർക്കൊക്കെ പങ്കെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം. തേർഡ് അലോട്ട്മെന്റിന് ശേഷം കോളേജിൽ പ്രവേശനം നേടിയവർക്ക്
സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ കഴിയത്തില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കും തേർഡ് അലോട്ട്മെന്റിൽ, ഇപ്പൊ തേർഡ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് BDS ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിൽ കിട്ടിയെന്ന് കരുതാം. അപ്പൊ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പറയാ മിസ്റ്റർ സ്ട്രേ വേക്കൻസിൽ MBBS കൊടുക്കാൻ പറ്റും ചോദിച്ചാൽ എന്താ ആൻസർ? പറ്റത്തില്ല. നിങ്ങൾ തേർഡ് റൗണ്ടിൽ ഏതെങ്കിലും ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അതേപോലെ മൂന്നാം ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് സ്ട്രേ വേക്കൻസിയിൽ പങ്കെടുക്കാൻ അർഹതയില്ല. നിങ്ങളിപ്പോ തേർഡ് അലോട്ട്മെന്റിൽ കൊടുത്തു, കേരളയുടെ MBBSന്റെയും BDSന്റെയും തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ കൊടുത്തു. നിങ്ങൾ തുടക്കത്തിൽ ഒരുപാട് കോളേജുകൾ വെച്ചിട്ടുണ്ടായിരിക്കും, MBBSനും BDSനും ഗവൺമെന്റും സെൽഫും ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ സെൽഫിലോ ഗവൺമെന്റിലോ ഒക്കെ ഏതെങ്കിലും ഒരു കോളേജിൽ നിങ്ങൾക്ക് കിട്ടി, അലോട്ട്മെന്റ് കിട്ടി, നിങ്ങൾ ഇനി പോകുന്നില്ലെങ്കിൽ പോലും അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ സ്ട്രേ വേക്കൻസിയിൽ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. അതേപോലെ ഏതെങ്കിലും ഫേസിൽ, phase 1 phase 2 phase 3 അതായത് കേരളയുടെ ഏതെങ്കിലും 3 അലോട്ട്മെന്റിലോ, ഫസ്റ്റിലോ സെക്കൻഡിലോ തേർഡിലോ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച് ആ ഒരു സ്ട്രേ വേക്കൻസി ഫില്ലിംഗ് നടക്കുന്ന ടൈമിൽ, സ്ട്രേ വേക്കൻസി റൗണ്ട് വരുന്ന ടൈമിൽ അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെയും, ഏത് റൗണ്ടിലും അഡ്മിഷൻ കിട്ടിക്കോട്ടെ, 1ലോ 2ലോ 3ലോ ഒക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളെ സ്ട്രേ വേക്കൻസിയിൽ ഒരിക്കലും പരിഗണിക്കില്ല. ദെൻ അതേപോലെ പറയുന്ന ഒരു കാര്യം, ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകൾ ഉണ്ടായിരിക്കല്ലേ. അപ്പൊ ആദ്യത്തെ 3 ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോൾ തേർഡ് അലോട്ട്മെന്റിന് ശേഷം MCC ഒരു അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ഓൾ ഇന്ത്യയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കുട്ടികളില്ലേ ഇവിടെ, യെസ്, അവരോടാണ് പറയുന്നത് നിങ്ങളുടെ ഒരു അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ്, അത് ഏത് അലോട്ട്മെന്റിലായിക്കോട്ടെ, തേർഡ് റൗണ്ടിന് ശേഷമാണ് MCC അത് റെഡിയാക്കുക. ആ അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കേരളത്തിലെ സ്ട്രേ വേക്കൻസി റൗണ്ടിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ ആണല്ലോ? ആദ്യ തേർഡ് അലോട്ട്മെന്റുകൾക്ക് ശേഷം MCC എന്ത് തയ്യാറാക്കും? ഒരു അലോട്ടഡ് കാൻഡിഡേറ്റ് ലിസ്റ്റ് തയ്യാറാക്കും. ആ ലിസ്റ്റിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്ട്രേ വേക്കൻസി ഫില്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും ഈ ഒരു സീറ്റ് മാറാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അത്രയും ഉറപ്പുള്ള സീറ്റുകൾ മാത്രം സ്ട്രേ വേക്കൻസിയിൽ കൊടുക്കുക. എനിവേ, അതൊക്കെ അതിന്റെ തൊട്ട് മുന്നേ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട റൗണ്ടുകൾ ആദ്യ 3 റൗണ്ടുകളാണ്. ഓക്കെ, അപ്പോൾ ടെൻഷനൊന്നും വേണ്ട, ഇനി ഒരു റൗണ്ടും കൂടി വരാനുണ്ട്. സാധ്യതകൾ ഒരുപാടുണ്ട് മക്കളെ. കുറച്ചും കൂടി റാങ്കുകാർക്ക് എന്തായാലും തേർഡ് അലോട്ട്മെന്റിൽ കിട്ടും. പിന്നെ പുതിയ ഒരുപാട് സീറ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ആശ്വാസകരമായ വാർത്തയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അലോട്ട്മെന്റ് ഒക്കെ ചെക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.